ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് പോന്നിട്ട് ഇന്ന് വരെ ഞാൻ കണ്ണീരാലെ കൈയ്യക്കിയിട്ട് റബ്ബിനോട് ദ്വാരക്കരുത്. പടച്ചോനെ, ഇയാൾ ഈ രൂപത്തിൽ എന്നെ ആക്കി തീർത്ത് കാസർഗോഡ് ജില്ലയായിട്ട് ഞാൻ ബന്ധമില്ലാത്ത രൂപത്തിലായി. എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ മുടങ്ങുന്ന രൂപത്തിൽ ഞാൻ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന് ഒരു കൊല്ലക്കടുപ്പായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു മാനസിക പ്രതിസന്ധി, ശാരീരികമായിട്ട് വരുന്നത് വേറെ, മാനസികമായ പ്രതിസന്ധി പ്രയാസങ്ങളും ഇങ്ങനെ ഉണ്ടായിത്തീരുന്നത് നിങ്ങളെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ, പലയിടത്തും വേണ്ടപ്പെട്ടവരടുത്ത് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മരണം വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോലി ചെയ്ത ഒരാളിൽ നിന്ന് തന്നെയാണ് എന്ന് ഒന്നും രണ്ടും ആളല്ല, പലരും എന്നോട് പറഞ്ഞു. അതിൻ്റെ ഫലം ഒന്ന്, നിങ്ങളെ പ്രശസ്തി നഷ്ടപ്പെടുത്തുക, നിങ്ങൾ വയലിനും പരിപാടിക്കൊക്കെ പോകുന്നത് നിർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ അകാരണമായി ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഭക്ഷണത്തരം വരിക, നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ. അത് കാരണം ആ ഒരു പ്രശ്നത്തിൻ്റെ ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരെ കാര്യമായിട്ടൊരു പരിപാടിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എനിക്ക് വിളിയും കാര്യങ്ങളോ വയലിനോ കാര്യത്തിനോ മറ്റോ ഇല്ല. അന്ന് ആ വീണ് കിടക്കുന്ന ഉടനെ തന്നെ ക്യാൻസലായി പോയ ഇപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായാലും 1-2 ആൾക്കാർ അന്ന് ഉസ്താദിന് വരാൻ പറ്റിയിട്ടതുകൊണ്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ 9 വർഷമൊക്കെ ആയിട്ട് റബീഉൽ അവ്വലൊക്കെ വിളിച്ചിട്ടുണ്ട്.